ഇവിടെ വീടെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു റോഡിൽ. രാത്രി മിക്കവാറും പോകേണ്ട വരും. തിരക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. പ്രളയത്തിന് ഞങ്ങൾ സ്വയം രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ സ്വയം രക്ഷപ്പെടുക. ആരുമില്ല നമുക്ക്. മക്കളെ കണ്ടോ ഞങ്ങളുടെ ദുരിതം? ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. എൻജോന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ തേണ്ടതിന്റെ ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പോ ഫുള്ള് വെള്ളം കയറി ആകെ പ്രശ്നമായി കേട്ടോ. മൊത്തത്തില് വെള്ളമെല്ലാം റോഡും നമ്മുടെ കാര്യമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങാടത്തിൽ ഇങ്ങോട്ടൊന്ന് വന്ന കേട്ടോ. ചെങ്ങാടമായിട്ട് വന്നതാണ്. നമ്മുടെ ചെങ്ങാടം മുങ്ങി കേട്ടോ. ഗൈസ് അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ പെട്ട് നിൽക്കുക കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇല്ലേ ചാ? അതെ ഇന്നലെ ഒരു സമയം മുതൽ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക, വെള്ളം എപ്പോൾ കയറും എന്നുള്ളത്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം കയറി വരുന്നു ഉരുള് പൊട്ടി പമ്പയാറ് കവിഞ്ഞൊഴുകുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയോടുകൂടി പമ്പയാറ് കവിഞ്ഞു. ഇപ്പൊ വേണ്ട വെള്ളം ഒരുമാതിരി. രാവിലെ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു റോഡിൽ. ഇപ്പൊ ഏകദേശം റോഡിൽ ഇപ്പോൾ ഒരടി വെള്ളം കടന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് വീട്ടിലെ സാധനങ്ങളൊക്കെ പെറുക്കി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ പോത്തിനെയും കൂടെ ഒക്കെ ഇനിയിപ്പോ മാറ്റണം. പോത്തിനെല്ലാം മാറ്റണം. നമ്മള് പോത്തിനെയും കൊണ്ടൊന്നും കൊണ്ടുവന്നില്ല, കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഞാനും ദാസപ്പരി നല്ല രാത്രി ഞങ്ങൾ പോയി നോക്കിയായിരുന്നു കേട്ടോ. അപ്പം രാത്രി അപ്പൊ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേന് വെളുപ്പിനെയൊക്കെ പിന്നെയും വെള്ളം അതിനേക്കാളും നമ്മൾ ഇന്നലെ വരെ ആണെങ്കിൽ വെള്ളം കയറത്തില്ല എന്ന് ഓർത്തായിരുന്നു അല്ലേ ചാ? അതെ. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി വെള്ളം എല്ലാം കൂടെ കയറി വന്നു. അതായത് നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിന് 6 കവിഞ്ഞ് വെള്ളം ഒഴുകിയ പോലെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആറ്റിൽ നിന്ന് വെള്ളം നല്ല വരുന്നുണ്ട് കേട്ടോ. ഇത് മഴ പെയ്ത് വന്ന വെള്ളമൊന്നും അല്ല, ആറ്റിൽ നിന്ന് കവിഞ്ഞൊഴുകി കയറിയ വെള്ളമാണ് ഇതിലേ. അപ്പൊ അതെ രാവിലെ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു കേട്ടോ. രാവിലെ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല വെള്ളമുണ്ട്. അത് കണ്ടില്ലേ, അങ്ങ് വരെ വെള്ളമാണ്. പിന്നെ എന്താ വെച്ചോ പിന്നെ അനുഭവിക്കാന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതാണ് ഇപ്പൊ ഇവിടെ തന്നെയല്ല, എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ശാലം വെയിറ്റ് ചെയ്തത് കൊണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ പലരും അറിയാതെ വീടുകളിൽ വെള്ളം കയറി വാഹനങ്ങൾ മുങ്ങുകയും സാധനങ്ങൾ നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കടകളിൽ വെള്ളം കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ പിന്നെ നമ്മളിപ്പം രാവിലെ മുതൽ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം വരുന്നത്. അതാണ് ഇനിയിപ്പോ ഈ രാത്രി കൊണ്ട് ചിലപ്പം നമ്മുടെ വീടിന്റെ പടിക്കലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. നല്ല വരവാണ്. ആറ്റിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ഇതിലോട്ട് നിന്നിട്ട് പോലും ഇല്ല. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. വീട്ടിലെ സാധനമെല്ലാം എടുത്ത് നമ്മൾ മണ്ടയ്ക്കത്തെ ഫ്ലോർ കയറ്റി വെച്ചിട്ടുണ്ട്. മുൻകരുതലോടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരെല്ലാം ഇവിടുന്ന് ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാ വീട്ടിലെ ആൾക്കാരെല്ലാം ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ആരുമില്ല, എല്ലാവരും വീടൊക്കെ പകുതിയോളം മുങ്ങി. അപ്പോൾ നമ്മളിത് പോത്തിനെ കൊണ്ടൊന്നും ഇങ്ങോട്ട് കെട്ടിയായിരുന്നു. ഇതിനെ അയച്ചിട്ട് പോയില്ലടാ നമ്മുടെ പോത്ത്. കാശി വടക്ക് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ സരിത ടീച്ചറൊക്കെ വീട്, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒക്കെ വീടാണ്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം ആയി വരുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ നമ്മൾ കാണിക്കുക അഥവാ കയറുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ട് ഇതിലെ അപ്പുറത്ത് കനാല, അതിലെ കൂടെ പോയി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അതുകൊണ്ട് ഇവിടെ ഒരു പറമ്പിൽ കൂടെ വീടെല്ലാം മുങ്ങിയിരിക്കും അവിടെ. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. എല്ലാവരും ഇവിടെ ഒന്നും കാണുന്നില്ല. എല്ലാവരും ക്യാമ്പിൽ പോയടോ. 2 പേയാക്കി കൊണ്ടുപോവാൻ. ഇന്ന് ഇഞ്ചാഞ്ചി ഉണ്ട് കൂട്ടത്തി. ഗൈസപ്പ് ഇവിടെ ഫുള്ള് മുങ്ങി കേട്ടോ. നമ്മുടെ ബായിയുടെ വീടിൻ്റെ അവിടെ എല്ലാം മൊത്തം മുങ്ങി. ഇത്രയും വെള്ളമായി കേട്ടോ. വെള്ളം കൂടി വരുവാന്നാ പറഞ്ഞത്. ഇത്രയും വെള്ളം നിന്നുകൊണ്ട് ഈ വെള്ളം വരുമായിരുന്നെങ്കിൽ നല്ല വെള്ളപ്പൊക്കമായാലും. എന്താ അറിയത്തില്ല, ആറ്റി വെള്ളക്കുറവെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞോളാം. അറിയത്തില്ല, പോയി നോക്കാം. നമുക്ക് ആറ്റിലൂടെ പോയി നോക്കാം കേട്ടോ, സമാധാനത്തിന് വേണ്ടി. ഇപ്പൊ രഞ്ജുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ തേണ്ടതിന്റെ ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പോ സ്റ്റെപ്പിൽ കയറി നിൽക്കുന്നുണ്ടോ കേട്ടോ. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇവരെല്ലാരും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരും പോയി ഇവിടുന്ന് ചെടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. സാധനമൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇവിടെ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. എന്തോ ചെയ്യാനെന്ന് പറ, വെള്ളം കൂടി ഏട്ടാ ഇൻ്റെതോ ഞാണ്ട് ഇവിടെ ഫുള്ള് സാധനം വീട്ടിലോട്ട് കയറി തുടങ്ങി കേട്ടോ. എൻജോയിൻ്റെ വീടൊക്കെ വെള്ളം കയറി. അമ്മ 2 ദിവസത്തേക്ക് മുമ്പേ കൊണ്ട് വയ്യാതെ 80 വയസ്സുള്ള അമ്മയാണ്. തിരക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. പ്രളയത്തിന് ഞങ്ങൾ സ്വയം രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ സ്വയം രക്ഷപ്പെടുക. ആരുമില്ല നമുക്ക്. മക്കളെ കണ്ടോ ഞങ്ങളുടെ ദുരിതം?
80 വയസ്സുള്ള തളെ കരക്ക് എത്തിച്ചിട്ടിരിക്കുക. അതിന് അപ്പുറത്ത് 90 വയസ്സുള്ള അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു. 80 വയസ്സുള്ള അപ്പച്ചൻ ഇവിടുന്ന് കൊണ്ടുപോയി രാവിലെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് രാത്രി കൊണ്ട് ഇനി അറിയാം ഇനി ഇതിന് മേളിൽ വെള്ളം വരുമോന്ന്. കാരണം എന്താ, നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂണിലും ജൂലൈയിലും മഴ പെയ്ത് ഇവിടെ വെള്ളം അധികം ഇല്ലായിരുന്നു. പക്ഷെ ആ വെള്ളം സാധാരണ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേന് ഇത്രയും വെള്ളം വരുന്ന കഴിഞ്ഞ 2014 ഇത്രയും വെള്ളമായി കഴിഞ്ഞ് പിന്നെ ആറ്റിന്നൂടെ കയറിയപ്പോഴാണ് പണിയത്. പക്ഷേ ഈ വട്ടം അങ്ങനെ ഇല്ലാതെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വെള്ളം ഇത്രയായിട്ട് അങ്ങ് നിന്നുപോയി. ഇനി നിന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. ബാക്കി നമുക്ക് വരുന്ന പോലെ കാണാം. അതെ ഒഴുക്ക് നിന്നില്ലെങ്കിൽ വെള്ളം ഇനിയും കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓൾറെഡി അവിടെ നിന്ന് ഒഴുകുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ വെള്ളം. അതാണ് വിഷയം. മുട്ടണ്ണൊക്കെ ഇപ്പൊ പുതിയ വെച്ച വീടാ കേട്ടെ. വെള്ളം കേറിയിട്ടുണ്ട്, അത് പോയി പറ്റിക്ക്. അപ്പത്തേ വെള്ളം പിന്നെ കുറെ കയറുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. നമ്മളതിന് തിരിച്ച് വീട്ടിലോട്ട് പോകട്ടെ. കുറെ നേരം ഇറങ്ങിയിട്ട് ഉച്ചക്ക് ഇറങ്ങിയതാ. ചിലട്ട് വീട്ടിൽ ചെന്നിട്ട് ഇത് കേട്ടു. പോത്തിന് അച്ഛൻ കൊണ്ടു കേട്ടോ. പോത്തിനൊക്കെ അച്ഛൻ കൊണ്ട് കേട്ടോ. ഗേറ്റ് ഒക്കെ തന്നെ തുറന്നു പോയി കേട്ടോ. ഗേറ്റൊക്കെ തന്നെ പൂട്ടൊക്കെ തുറന്നു പോയിട്ട് അത്രയ്ക്കും ഭയങ്കര ഫോഴ്സിലാ ഈ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് ഇനി വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇനി ഈ വരുന്ന വെള്ളമെല്ലാം അങ്ങോട്ടാ വരുന്നത്. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ട്. നമുക്ക് ഇവിടെ വീടെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ക്യാമ്പിൽ പോയിട്ടുണ്ടെന്നാ തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ല. ഇതുകൊണ്ടോ നമ്മൾ ഇന്നലെ ഈ വീട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈസപ്പോൾ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും വെള്ളം കയറത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ നല്ലപോലെ ആറ്റിൽ വെള്ളം നല്ലപോലെ ഉയർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് മൊത്തം മുങ്ങി ആകെ പ്രശ്നമായി. വെള്ളം കൂടി തുടങ്ങിയെന്നാ തോന്നുന്നു കേട്ടോ. നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഇവിടെ നല്ല വെള്ളം ഉണ്ട്. ഇവിടെ ഫുള്ളാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഗൈസപ്പോ വേണ്ട അമ്മയൊക്കെ പേടിച്ചു ഇവിടെ നിൽക്കില്ലേ അമ്മേ? വെള്ളം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നു റോഡിൽ. കേറിക്കൊണ്ടിരിക്കല്ലേ? ആ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. രാത്രി മിക്കവാറും പോകേണ്ട വരും. അച്ഛനൊക്കെ വേണ്ട ഓട്ടോയൊക്കെ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ അവിടെ കൊണ്ടുവന്ന് ഇടാൻ പോയി. പൊക്കത്തില് കൊണ്ടുവന്നിടാൻ പോയിക്കൊണ്ടിരിക്കുക. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. വീട്ടിലെ സാധനങ്ങളൊക്കെ കുറെ എടുത്ത് ഞങ്ങൾ മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അച്ഛനും ഉണ്ണിയും ഓട്ടോയും സ്കൂട്ടറും എല്ലാം കൊണ്ടുവെക്കാൻ പോകും അങ്ങ് അമ്പലത്തിന്റെ ഇവിടെ പൊക്കത്ത്. ഇവിടെ ഇട്ടിരുന്നാൽ ചിലപ്പോൾ രാത്രി വെള്ളം കയറിയെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമുക്കൊന്നാമത് ഇതൊക്കെ അതുകൊണ്ട് പ്രശ്നത്തിലാണ്. അമ്മച്ചി പറഞ്ഞ പോലെ സമയം ഇവിടെ നിൽക്കാൻ പോലും ഞങ്ങൾ നേട്ട ഓട്ടോ ഉണ്ട്, കാറുണ്ട്, സ്കൂട്ടറുണ്ട്, പോത്തുണ്ട്. ഇതിനെല്ലാം നമുക്ക് സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ നേട്ട കാറ് എല്ലാം കൊണ്ടുപോകും കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് വെള്ളം എല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം രാവിലെ നമ്മൾ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച സ്ഥലങ്ങളാണ്. ഇപ്പൊ റോഡിൽ ഇപ്പൊ വള്ളം ഓടിക്കാം ആ പരുവത്തിലായി. മൊത്തം വെള്ളമായി കേട്ടോ. മൊത്തം വെള്ളമായി. ഇതപ്പോ രാവിലെ അല്ല ഇതിലെ കൂടെ പോയത് കേട്ടോ. ഫുള്ള് വെള്ളം കേട്ടോ. മൊത്തം വെള്ളമായി. രാവിലെ നമ്മൾ ഈ പോയ വഴികളെല്ലാം മൊത്തം വെള്ളമായി കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ലപോലെ വെള്ളം കയറിട്ടുണ്ട് കേട്ടോ. ഇത്രയും ജനങ്ങൾ എങ്ങോട്ട് പോകും? ഇത് സംഭവിക്കാതിരിക്കട്ടെ. വെള്ളമെല്ലാം തന്നെ ഇറങ്ങി പോട്ടെ. അതാണ് എല്ലാവർക്കും ആവശ്യം. അതിനേക്കാൾ വലുത് ദുരിതം. കഴിക്കാനില്ല, കുടിക്കാനില്ല, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഒരു അത്യാവശ്യത്തിന് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആറ്റിന്ന് വെള്ളം ഒലിച്ചിറങ്ങാൻ നിങ്ങൾ കാണിച്ചു കേട്ടോ. നല്ല രീതിയിൽ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത് വെള്ളം പൊക്കോണ്ടിരിക്കുക. അതായത് ഈ പോകുന്ന വെള്ളം നമ്മുടെ വീട് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഇത് ഈ വരുന്നത് ആറ്റിന്ന് വരുന്നത് കേട്ടോ. അവിടെ ആറാണ് കേട്ടോ. ആറ്റിന്ന് വരുന്ന വെള്ളം നേരെ അങ്ങോട്ടാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ആറ്റിലെ ജലനിരപ്പ് അല്പം കൂടുതലാണ്. എല്ലാവരും ജാഗരൂകരായി ഇരിക്കുക. കഴിവതും ഉറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും നല്ല ശ്രദ്ധയോടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറങ്ങിപ്പോയാൽ വെള്ളം കയറുന്നതും വരുന്നതും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ആറ്റിലെ കണ്ടീഷൻ ഞങ്ങളിപ്പോൾ നോക്കിയിട്ട് ഇതാണ്. വെള്ളം കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. താഴ്ന്ന പ്രദേശം എന്ന് പറയുമ്പം പാണ്ടനാട് പാലം അല്ല പമ്പാ നദിയുടെ അവിടുന്ന് വലിയൂരോട്ട് കിടക്കുന്ന ആ ഭാഗമാണ് താഴ്ന്നു കിടക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് ഇപ്പം മട വീണ് ചെറിയ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം തുളുമ്പി നിൽക്കുവാണ്. ആ വീടിനകത്തോട്ട് വെള്ളം കയറുന്നുണ്ട്. ഇതപ്പത്തെ ഫുള്ള് വണ്ടിയും കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടനാട് ദേശത്തുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടാൻ ഏക പൊക്കമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആറിന്റെ പമ്പയാറിന്റെ പുറത്ത് ഒഴുകുന്ന ആ പാലത്തിന്റെ മണ്ടയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ.
ഗൈസ് ഞങ്ങളിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കാണ്ട് വീണ്ടും വെള്ളം കൂടിയിരിക്കുകയാണ്. വെള്ളം അപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടിരിക്കുന്നു. അതെ, വളരെ ശ്രദ്ധയായിട്ടിരിക്കും. അച്ഛൻ പറഞ്ഞ പോലെ ദേ അങ്ങോട്ട് പോയപ്പോ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഫുള്ള് വെള്ളമായിരുന്നു. നമ്മളിനിയും നേരെ ഇനിയും വണ്ടി ഇനിയും കൊണ്ട് വെക്കാനായിട്ട് പോവാ. വീടിന്റെ ഭാഗത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലെന്താണ് ഒരു 15 മിനിറ്റ് മുമ്പ് ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. വെള്ളമൊക്കെ ഏകദേശം കയറുന്ന ഒരു ലക്ഷണമാണ്. വെള്ളം പെയ്യെ പെയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. രാവിലെ ആയപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ടെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വടക്കോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ ഫുള്ള് വെള്ളം കയറി ആകെ പ്രശ്നമായി കേട്ടോ. മൊത്തത്തിൽ വെള്ളമെല്ലാം റോഡും നമ്മുടെ കാര്യമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ചെങ്ങാടത്തിൽ ഇങ്ങോട്ടൊന്ന് വന്ന കേട്ടോ. ചെങ്ങാടമായിട്ട് വന്നതാണ്. ഫുള്ള് വെള്ളമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു വെള്ളം കയറുന്നില്ല, വെള്ളം ഒഴുകുന്നേ ഉള്ളൂ. മണ്ടയ്ക്കോട്ടൊരു പൊക്കമില്ല, വെള്ളം ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് പൊക്കോണ്ടിരിക്കുക അല്ലേ. വേണ്ട, എൻ്റെ കൂടെ വേണ്ടേ ഉസ്മാനും നമ്മുടെ അപ്പും ഒക്കെ ഉണ്ട്. നമ്മുടെ ചെങ്ങാടം മുങ്ങി കേട്ടോ. ചെങ്ങാടം മുങ്ങി. ചെങ്ങാടം മുങ്ങിപ്പോയി. നമ്മുടെ കൂടെ ഉള്ളവരുത്ത് നമ്മളോട് പോലും പറയരുത് ചാടി. ചെങ്ങാടം മുങ്ങി ആകെ പ്രശ്നമാണ്. അവരോട് പറഞ്ഞിട്ട് അവൻ ചാടിയതേ അറിയാമോ?